ഹായ് വെൽക്കം ബാക്ക് ടു ജിബോട്ട്. ഓണം എക്സാമിന് സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ഒരു ഡിസ്കോസ് ആണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ സംവാദം എന്ന് പറയും. ചാനൽ ചർച്ചകളൊക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഈ ശ്രീകണ്ഠൻ നായർ ഷോ അല്ലെങ്കിൽ ജനകീയ കോടതി അങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലും ഒരു വിഷയം തരും, നമുക്ക് അവിടെ ഒരു ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക്കിനെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരു സൈഡിലുണ്ടാവും, അതിനെ പ്രതികൂലിക്കുന്നവർ അല്ലെങ്കിൽ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്നവർ ഒരു സൈഡിലുണ്ടാവും. അപ്പോൾ നമുക്കൊരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും നിങ്ങൾ അതിനെ ഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 4 പോയിന്റ് എഴുതൂ എന്ന് ചോദിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ഓപ്ഷൻസ് തരും. നമുക്ക് ഒന്നെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാം. നമ്മളത് ചൂസ് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് 4 points ഇൻ ഫേവർ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ബൗണ്ടറീസ് ആർ നെസസറി ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്സ്. ഇത് നമ്മുടെ മെൻഡിങ് വാളിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ബൗണ്ടറീസ് അല്ലെങ്കിൽ അതിർവരമ്പുകൾ എന്തിനു നല്ലതാണ്? ഗുഡ് റിലേഷൻഷിപ്സ്, അതായത് എല്ലാത്തരം നല്ല ബന്ധങ്ങൾക്കും അതിർവരമ്പുകൾ നല്ലതാണ് എന്നിവിടെ പറയുന്നു. നമുക്ക് വേണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 പോയിന്റുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതാം. ഇനി നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അതിനെ ഒപ്പോസ് ചെയ്യാം. ഒപ്പോസ് ചെയ്തുകൊണ്ട് 4 പോയിന്റ് എഴുതാം. അപ്പം ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ചില ക്വസ്റ്റ്യനൊക്കെ ഡെലിബറേറ്റ്ലി പറയുന്നുണ്ടാവും ഇൻ ഫേവർ അല്ലെങ്കിൽ ഇൻ എഗെയിൻസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടാവും. അതായത് നമ്മളതിനെ എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ കൃത്യമായിട്ട് 4 പോയിന്റ് അവിടെ കൊടുക്കണം. ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ തരും, ഇഷ്ടമുള്ളത് എടുക്കാം, എഗെയിൻസ്റ്റോ അല്ലെങ്കിൽ ഫോർ ആയിട്ടോ സംസാരിക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം സപ്പോർട്ട് ചെയ്യാനോ ഒപ്പോസ് ചെയ്യാനോ നിങ്ങൾ എന്നുള്ളത് ആദ്യം അവിടെ എഴുതി വെക്കണം. സ്റ്റേറ്റ് വെദർ യു സപ്പോർട്ട് ഓർ ഒപ്പോസ് ദ ടോപ്പിക് എന്നുള്ളത് എഴുതി വെക്കാം. അതിന് വേണമെന്നുണ്ടെങ്കിലേ ഫോർ ഓർ അഗെയിൻസ്റ്റ് എന്നും നമുക്ക് പറയാം. ഫോർ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാണ്, അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒപ്പോസ് ചെയ്യാന്നാണ് അർത്ഥം. എന്നിട്ട് ഓരോ പോയിന്റുകളാക്കിയിട്ട് നിങ്ങൾ എഴുതാം. പോയിന്റുകൾ എഴുതുന്നതിന് കൂടെ തന്നെ അതിൻ്റെ കുറച്ചൊരു കാരണം, എന്തുകൊണ്ട് നിങ്ങൾ അത് പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാരണം കൂടെ എഴുതണം. എന്ന് വെച്ചാൽ മാക്സിമം ഒരു പോയിന്റ് ഒരു 1-2 സെൻറ്റൻസിൽ ഒതുങ്ങിയാൽ മതി. 4 മാർക്കിന് മുതൽ 6 മാർക്കിന് വരെ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം 4 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ 4 പോയിന്റുകൾ നിങ്ങൾ എഴുതിയാൽ മതി. പക്ഷേ 6 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ 4 പോയിന്റ് എഴുതിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഒരു 1-2 സെൻറ്റൻസുകളായിട്ട് ഓരോ പോയിന്റുകൾ നിങ്ങൾ കൊടുക്കണം. കൺക്ലൂഷൻ നിങ്ങൾ എഴുതണം നിർബന്ധമൊന്നുമില്ല. കൺക്ലൂഷൻ എഴുതിയാൽ കുറച്ചുകൂടി ഒരു ഇംപ്രസീവ് ആൻസർ ആക്കാൻ പറ്റും. എൻഡ് വിത്ത് എ ഷോർട്ട് സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ടിങ് യുവർ വ്യൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് ചുരുക്കി പറയുന്നതാണ് ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതൊരു ഓപ്ഷണലായ കാര്യമാണ്, നിർബന്ധമൊന്നുമില്ല. കൊടുത്താൽ നന്നായിരിക്കുന്നു മാത്രം. അപ്പോൾ ബൗണ്ടറീസ് എന്തുകൊണ്ടാണ് ഗുഡ് റിലേഷൻഷിപ്സിന് നല്ലതാണ് എന്ന് പറയാൻ കാരണം, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. പോയിന്റ്സ് ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോർ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇറ്റ് പ്രൊട്ടക്ട്സ് പ്രൈവസി. ഒരാളുടെ പ്രൈവസി അത് പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഒരു സെൻറ്റൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. ബൗണ്ടറീസ് ഗിവ് പീപ്പിൾ ദെയർ ഓൺ പേഴ്സണൽ സ്പേസ് ആൻഡ് ടൈം. ആളുകൾക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള സ്പേസും ടൈമും ഒക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ ഹെൽപ്പ് പീപ്പിൾ ലിവ് പീസ്ഫുള്ളി വിത്ത് അതേഴ്സ്. ബാക്കിയുള്ള ആളുകളായിട്ട് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ബന്ധവും ഒരു റിലേഷൻഷിപ്പും ഒരു ബൗണ്ടറി ഒരു ഗ്യാപ്പൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവരെ ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് പറയാം. രണ്ടാമത്തെ പോയിന്റ്, പ്രിവെൻറ്റ്സ് ആർഗ്യുമെൻറ്റ്സ്. അനാവശ്യമായുള്ള വഴക്കുകൾ ഒഴിവാക്കാം, കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ ബൗണ്ടറീസ് ഹെൽപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ബിലോങ്സ് ടു ദം ആൻഡ് വാട്ട് ബിലോങ്സ് ടു അതേഴ്സ്. നമ്മുടേത് എന്താണ്, ബാക്കിയുള്ളവരുടെ എന്താണ്. അതിപ്പോൾ പ്രൈവറ്റായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ എന്താണ്, ബാക്കിയുള്ളവരുടെ എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായുള്ളൊരു ബോധ്യം 2 കൂട്ടർക്കും ഉണ്ടാവും. ദിസ് പ്രിവെൻറ്റ്സ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആൻഡ് ഫൈറ്റ്സ്. അതായത് അനാവശ്യമായിട്ടുള്ള അടികൂടലൊക്കെ ഇത് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ബിൽഡ്സ് റെസ്പെക്ട് ഈച്ച് അതർ. മ്യൂച്വലി ഒരു ബഹുമാനം കീപ്പ് ചെയ്യാനും റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ബൗണ്ടറീസ് ടീച്ചേഴ്സ് ടു റെസ്പെക്ട് അതർ പീപ്പിൾ ചോയ്സസ്, ഫീലിങ്സ് ആൻഡ് പ്രൈവറ്റ് മാറ്റേഴ്സ് വിത്തൗട്ട് ഇൻ്റർഫിയറിങ് ടു മച്ച്. ബാക്കിയുള്ള ആളുകളുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കാനും അവരുടെ ചോയ്സുകൾ, തീരുമാനങ്ങൾ, അവരുടെ ഫീലിങ്സ്, അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, അതിനെയൊക്കെ ബഹുമാനിക്കാനും അതിനൊക്കെ അവരുടേതായുള്ള വഴിക്ക് വിട്ടുകൊടുക്കാനൊക്കെ ഇത് നമ്മളെ മനസ്സിലാക്കിപ്പിച്ച് തരും. കീപ്സ് റിലേഷൻഷിപ്പ് സ്ട്രോങ്. എല്ലാത്തരം ബന്ധങ്ങളിലും അതിൻ്റേതായുള്ള ഒരു അതിർവരമ്പ് വേണം. കാരണം അത് മാത്രമേ ബന്ധങ്ങളെ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആക്കുന്നുള്ളൂ. വെൻ വി റെസ്പെക്ട് ഈച്ച് അതേഴ്സ് പേഴ്സണൽ സ്പേസ്, റിലേഷൻഷിപ്സ് ബിക്കംസ് മോർ പീസ്ഫുൾ, ഹാപ്പി ആൻഡ് ഹെൽത്തി. ഇങ്ങനൊരു അതിർവരമ്പ് ഉണ്ടാകുമ്പോഴേ അത് കുറച്ചുകൂടെ സമാധാനമുള്ളതായിരിക്കും, സന്തോഷമുള്ളതായിരിക്കും, ആരോഗ്യപരമായിരിക്കും, ഓർ ഹെൽത്തി ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഡിബേറ്റ് എഴുതേണ്ടത്. നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അഗെയിൻസ്റ്റ് ആണെന്നുള്ളത് ആദ്യം പറയാം. എന്നിട്ട് നിങ്ങളുടെ പോയിന്റുകൾ ഒരു 4-5 പോയിന്റുകളാക്കിയിട്ട് കൊടുക്കുക, ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഡിബേറ്റ് എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ എക്സ്പ്ലെയിൻഡ് വീഡിയോസ് ഫോർ ഈച്ച് ആൻഡ് എവറി ഡിസ്കോഴ്സസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇത് നിങ്ങളുടെ ഡിബേറ്റ് എന്താണെന്ന് അറിയാത്ത ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക.